ഹലോ ഗൈസ്, വെൽക്കം ടു ഓട്ടോഡ്രിഫ് 360 കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ HX4 വെന്യൂവിനെ അതേപോലെ അൽക്കസാറിനെ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ് അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പയർ ചെയ്താണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെയാണ് അത് നിൽക്കുന്നതെന്നല്ലേ. അൽക്കസാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അൽക്കസാർ വലിയ വണ്ടിയാണ്, 7 സീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അൽക്കസാറിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വണ്ടി ചെറുതായി തോന്നുന്നില്ല. നിങ്ങൾക്ക് ഹൈറ്റ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കാണാമല്ലോ. ഏകദേശം വിടുത്തും കാര്യങ്ങളും മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. വിടുത്തും എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ തോന്നിയത്. ആ ലെങ്ത്തിൻ്റെ ഒരു ചെറിയ മാറ്റം മാത്രമേ അവിടെ കാണുന്നുള്ളൂ കേട്ടോ. ഹൈറ്റൊക്കെ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് കുറച്ചൊരു ഓവർ ഹാങ് വരുന്നത്. ഹൈറ്റൊക്കെ ഏകദേശം സെയിം ആട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞത് വെന്യൂ പുതിയതായിട്ട് ഇറങ്ങിയ വെന്യൂ ആണ്. വെന്യൂവിൻ്റെ HX4 എന്ന് പറഞ്ഞിട്ട് മോഡലാട്ടോ. അപ്പോൾ ബേസ് മോഡൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ HX4ൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, മുന്നിലുള്ള ആ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്രമാത്രം വലിയൊരു വണ്ടിയാണ് പുതിയ വെന്യൂ കേട്ടോ. സഫോമീറ്റർ ആണ്, എന്നാലും അത്രമാത്രം വലുതായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ നമുക്ക് ഉള്ളിലേക്ക് വരികയാണ്, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്കൊരു 10.2 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ OVMs, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇല്ല, സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും ഉണ്ട്. ബാക്ക് ക്യാമറ ഈ മോഡൽ മുതലാണ്, അതായത് HX4 മുതലാണ് ബാക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ബാക്ക് ക്യാമറയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ബേസ് മോഡലിലും തന്നെ കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ എടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് 1 ലിറ്റർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ മാനുവലോ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ HS5ലേക്ക് പോകേണ്ടി വരും കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഓൺ ആക്കുമ്പോഴുള്ള ആ ഒരു ഡിജിറ്റൽ കൺസോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 10.2 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ക്യാമറ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ബാക്ക് ക്യാമറയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ബേസ് മോഡൽ വാങ്ങിയിട്ട് നിങ്ങൾ റെട്രോഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അല്ലാതെ ഇത് ഈ മോഡലിലേക്ക് 90,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 11 ലാക്സിൻ്റെ അടുത്താണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഞാൻ നമ്പർ കൊടുക്കാം, നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് 6 എയർ ബാഗും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. വാല്യൂ ഫോർ മണി എപ്പോഴും ബേസ് മോഡലാണ്. നോർമൽ NA പെട്രോൾ എടുക്കുകയാണെങ്കിൽ. അതല്ല നിങ്ങൾ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്നത് HS5 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ എടുക്കണം. അതിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കല്ലേ.